Hi and welcome to the new video on industrial instrumentation and automation. In this video, I'll be discussing about actuators. Actually, I'll give a brief overview about actuators, what is meant by an actuator and some of the applications of actuators. And in the coming videos, we'll discuss about some actuators in details. Okay, so what is an actuator or an actuating system or actuation system? So actuation system convert the input signals computed by the control systems into forms that can be applied to the actual process and would produce the desired variation in the process physical variables. Okay, നമുക്ക് അറിയാം എന്താ സെൻസേഴ്സ് ഇൻപുട്ട് ഡാറ്റ എടുത്ത് ഫീഡ്ബാക്ക് സിഗ്നൽ എടുത്ത് ആർക്ക് കൊടുക്കുന്നുണ്ടാവും, കൺട്രോളർക്ക് കൊടുക്കുന്നുണ്ടാവും. ഈ കൺട്രോളർ വിത്ത് സെറ്റ് റെഫറൻസ് വാല്യൂവിനനുസരിച്ച് കൺട്രോൾ കമാൻഡ് അല്ലെങ്കിൽ കൺട്രോൾ ഡിസിഷൻസ് തീരുമാനിച്ച് കൺട്രോൾ കമാൻഡ് ഇൻ ദ ഫോം ഓഫ് കൺട്രോൾ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഈ സിഗ്നൽസ് ഉണ്ടായാൽ പോരാ, അത് നമുക്ക് നമ്മളുടെ പ്ലാന്റിലെ ആക്ച്വൽ ഫിസിക്കൽ വാരിയബിളിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ ഈ ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്ന ആളാണ് ആക്ച്വേറ്റർ. അതിനെ സഹായിക്കുന്നതാണ് ആക്ച്വേറ്റർ. ദാറ്റ് ഈസ് ആക്ച്വേഷൻ സിസ്റ്റം കൺവേർട്ട് ദ ഇൻപുട്ട് സിഗ്നൽസ് കമ്പ്യൂട്ടഡ് ബൈ ദ കൺട്രോൾ സിസ്റ്റംസ് ഇൻ ടു ഫോംസ് that can be applied to the actual process. ആക്ച്വൽ പ്രോസസ്സിലോട്ട് അപ്ലൈ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഫോമിലേക്ക് ഇതിനെ ഈ കൺട്രോൾ സിഗ്നൽസിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിനെയാണ് ആക്ച്വേഷൻ സിസ്റ്റം ഓർ സിംപ്ലി ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതൊരു സിമ്പിൾ വാൾവ് കൺട്രോൾ ആയിരിക്കാം. ഫൈനലി നമുക്കിപ്പോൾ ഒരു ഇതിനനുസരിച്ച് വാൾവ് ഓപ്പൺ ചെയ്യുന്നതോ വാൾവ് ക്ലോസ് ചെയ്യുന്നതോ എന്ത് വേണമെങ്കിൽ ആയിരിക്കാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞു, പല ടൈപ്പുകൾ ഉണ്ടായിരിക്കും ആക്ച്വേറ്റേഴ്സ്. ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ലേറ്റർ ഇൻ ദ കമ്മിങ് വീഡിയോസ്. സോ അങ്ങനത്തെ ഒരു മൂവ്മെന്റ് ആയിരിക്കും. ചിലപ്പോൾ ഇതൊരു സിമ്പിൾ ലീനിയർ മൂവ്മെന്റ് ആയിരിക്കും. ഇവിടെ കാണുന്ന പോലെ പ്രസ്സിംഗ് ആണ് വരുന്നതെങ്കിൽ അപ്പോൾ അത് മൂവ്മെന്റ് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലോട്ട് വെർട്ടിക്കൽ മൂവ്മെന്റ് ചിലപ്പോൾ വേണ്ടി വരാം. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ എന്തായാലും അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മളുടെ കൺട്രോൾ ഡിസിഷൻ അനുസരിച്ചുള്ള ആ ഡിസിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, and it convert the controller output, which is essentially information without power, and in the form of electrical voltages or at time pneumatic pressure in two ways. ഈ കിട്ടുന്ന എന്താ പറയുക, ഒരു ഇൻഫർമേഷൻ എന്ന് പറയാം. പവർ ഇല്ല, ആക്ച്വൽ ഇതിനെ ഡ്രൈവ് ചെയ്യാനുള്ള പവർ ഇല്ലാത്ത ഇൻഫർമേഷൻ ആയിട്ടുള്ള ഒരു സിഗ്നലിനെ ഫസ്റ്റ്ലി ഇറ്റ് കൺവേർട്സ് ദ form of the variable into the appropriate physical variable such as torque, heat or flow. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യും ഫിസിക്കൽ വാരിയബിളിലോട്ട്. ഏതാ ഇപ്പോൾ സേ ടോർക്ക് ആയിരിക്കാം, ഹീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്ലോ ആയിരിക്കാം. സെക്കൻഡ്ലി ഇറ്റ് ആംപ്ലിഫൈസ് ദ എനർജി ലെവൽ ഓഫ് ദ സിഗ്നൽ manifold to be able to causes ചേഞ്ച് ഇൻ ദ പ്രോസസ് വേരിയബിൾ. അപ്പോൾ ചിലപ്പോൾ ആ സിഗ്നൽ എന്ന് പറയുന്ന അത്രത്തോളം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവില്ല. അപ്പോൾ അതിനെ ചിലപ്പോൾ ഒന്ന് എന്ത് ചെയ്യേണ്ടി വരും, ബൂസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ആംപ്ലിഫൈ ചെയ്യലും കൂടിയും അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളാണ് അവിടെ മെയിനായിട്ട് നടക്കുന്നത്. കൺട്രോളറിന് വരുന്ന ആ ഇൻഫർമേഷൻ സിഗ്നൽ വിത്തൗട്ട് പവറിനെ നമുക്ക് മാറ്റി അത് വെച്ചിട്ട് ഒരു ഇതിനെ ഡ്രൈവ് ചെയ്യണം. അപ്പോൾ ആ ഡ്രൈവ് ചെയ്യണമെങ്കിൽ അതിനെ ആ സ്യൂട്ടബിൾ ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അതിനൊന്ന് ആംപ്ലിഫൈയും ചെയ്യണം. അപ്പോൾ ഇതാണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്നത്. സോ ഇൻ ആൻ ഇൻഡസ്ട്രി, in industrial control systems, an actuator is a hardware device that converts a controller command signal into a change in a physical parameter. So simply controller command signal to physical parameter change ആണ് അവർ നടത്തുന്നത് ആക്ച്വേറ്റർ. അത് മെയിൻലി മെക്കാനിക്കൽ മൂവ്മെന്റ് ആയിരിക്കാം. ദ ചേഞ്ച് ഇൻ ഫിസിക്കൽ പാരാമീറ്റർ ഈസ് യൂഷ്വലി മെക്കാനിക്കൽ സച്ച് ആസ് പൊസിഷൻ ഓർ വെലോസിറ്റി ചേഞ്ച്. സോ ചിലപ്പോൾ ഒരു പൊസിഷൻ ചേഞ്ച് ആയിരിക്കും, മൂവ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വെലോസിറ്റിയിലുള്ള ചേഞ്ച് ആയിരിക്കാം ഫൈനൽ physical parameter change എന്ന് പറയുന്നത്. And the controller command signal is usually low level, and so an actuator may also include an amplifier to strengthen the signal sufficiently to drive the actuator. So ചില കേസുകളിൽ ഈ വരുന്ന കൺട്രോൾ സിഗ്നൽ വളരെ എന്താ പറയുക, അതിൻ്റെ ലെവൽ വളരെ കുറഞ്ഞതായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ശരിക്കും ഈ ആക്ച്വേറ്ററിലോട്ട് ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ അതിന് ചിലപ്പോൾ ഒന്ന് ആംപ്ലിഫിക്കേഷൻ സർക്യൂട്ടും കൂടിയും അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ദാറ്റ് ദ സിഗ്നൽ strengthened such that the signal is sufficient to drive the actuator. And with the increasing utilization of automated machinery or systems, there has also been a rise in the demand for actuators which play a vital role in automation process. So അതിനനുസരിച്ച് തന്നെ ഒരുപാട് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത്രയും ഓട്ടോമേഷൻ ഇപ്പോൾ ഓൾറെഡി മുന്നേ പറഞ്ഞ പോലെ വി ആർ അറ്റ് ഇൻഡസ്ട്രി 4.0 or ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 4.0, and the actuator demand or automation are going on increasing, and the demand for actuators is also going on increasing. അപ്പോൾ അതിനനുസരിച്ച് പല പല ആക്ച്വേറ്റേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. പുതിയ പുതിയ മോഡിഫിക്കേഷൻസും ഇൻവെൻഷൻസും ഒക്കെ ഈ ഫീൽഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ടൈപ്പ് ഓഫ് ആക്ച്വേറ്റേഴ്സ് നമ്മൾ പഠിക്കും, വിൽ ഡിസ്കസ് ഇൻ കമ്മിങ് വീഡിയോസ്. And the actuators which are responsible for moving, controlling or positioning a mechanism or a system
make the working of automated equipment seamless and easy. അപ്പോൾ ഒരു ഓട്ടോമേഷൻ സിസ്റ്റം ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിൽ ഇൻ ദ സെൻസർ എന്നുള്ളത് പോലെ തന്നെ ബെറ്റർ ആക്ച്വേഷൻ സിസ്റ്റംസും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ ഒരുപാട് ടൈപ്പ് ആക്ച്വേറ്റേഴ്സ് ഉണ്ട്. ലീനിയർ ആക്ച്വേറ്റേഴ്സ് വരുന്നുണ്ട്. അതിനെ ഞാൻ മുന്നേ പറഞ്ഞു, ഇലക്ട്രിക്കൽ ഉണ്ട്, ന്യൂമാറ്റിക്കൽ ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രോ മെക്കാനിക്കൽ, ഇലക്ട്രോ ന്യൂമാറ്റിക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതിൽ തന്നെ ലീനിയർ, റോട്ടറി, മാനുവൽ, ഒരുപാട് ആക്ച്വേറ്റേഴ്സ് വരുന്നുണ്ട്. സോ ജസ്റ്റ് സം ഓഫ് ദ ആക്ച്വേറ്റേഴ്സ് ആർ ഷോൺ ഹിയർ. നൗ ഡിസ്കസ് അബൌട്ട് സം ഓഫ് ദ ആപ്ലിക്കേഷൻ. ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ചില കേസുകൾ മാത്രം നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോവാം. And coming to a process industries, control the operation of various equipments in the industry. ഇപ്പോൾ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അൾട്ടിമേറ്റ്ലി അത് കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ടാവുക ഒരു ആക്ച്വേറ്ററിനോടായിട്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് ഒരു കൺട്രോൾ വാൾവിൻ്റെ കേസ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കൺട്രോൾ സിഗ്നൽ ഇപ്പോൾ ഒരു PLC നിന്നായിരിക്കാം കൺട്രോൾ സിഗ്നൽ വരുന്നുണ്ടാവുക. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇവിടെ അത് വർക്ക് ചെയ്യിപ്പിക്കുന്നത് മാത്രം. ദെൻ കമ്മിങ് ടു സോളാർ ഇൻഡസ്ട്രി, the industry utilizes several types of actuators, including ball screw and ACME actuators, to automate the functioning of various solar tracking devices, solar power concentration equipment, photovoltaic device, and photovoltaic everything. Almost everything has an actuator. ഇത് ഓട്ടോമാറ്റിക് ട്രാക്കിംഗ് ആണ് കാണിച്ചിട്ടുള്ളത്. Then in military, these military actuators are basically equipped in tanks, cannon carriers, airplanes, fighter planes, helicopters, ships, and robots because they offer complete movement, every 360-degree movement. And actuators for the military industries are rapidly built to withstand harsh environmental conditions, extreme weathers, and severe attacks. Okay, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അത്രയും മൂവ്മെൻറ്റ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു റോബോട്ടിക് ഇത് കാണിച്ചത് മാത്രമേ ഉള്ളൂ. സ്പൈ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന. Okay, then satellites. The use of several linear and rotational actuators help automate the working of several equipment, and these include the dish antennas, sensors, earth imaging equipment, and so on. Specially designed and high quality satellite actuators are sought after for precise positioning and motion control for the industry. Okay, then finally coming to construction, the industry depends on high-speed automated machines or system to carry out several dangerous and tedious tasks. The actuators of varied types are used in this system because they are known to deliver powerful movements to heavy-duty machineries like loading trucks, towing trucks, and cranes. And actuators for the construction industry are built to often durable, reliable, and long-lasting performance. Okay, so these are the basics of actuators and some of the applications. Now we'll discuss about some specific actuators in detail in the coming videos. Thank you.